വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. പക്ഷേ പ്രതീക്ഷിച്ച മുന്നേറ്റം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാക്കാനായോ? സ്വരാജ് കട്ടയ്ക്ക് കട്ട എന്ന നിലയിൽ നിൽക്കുന്നു. അൻവറിന്റെ സ്വാധീനം ഇനിയും നിലമ്പൂരിൽ അവശേഷിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വോട്ടുകൾ അൻവറും പിടിച്ചെടുക്കുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പമുണ്ട്. സാനു, പ്രതീക്ഷിച്ച മുന്നേറ്റം ആദ്യ റൗണ്ടുകളിൽ UDF-നുണ്ടോ? സാനു, കേൾക്കാമെങ്കിൽ വലിയ മുന്നേറ്റമായിരുന്നു ആദ്യ റൗണ്ടുകളിൽ പ്രതീക്ഷിച്ചത്, പ്രത്യേകിച്ച് വഴിക്കടവ്. എന്നാൽ സ്വരാജ് ഏറെ പിന്നിലല്ല, അൻവറാകട്ടെ നല്ല വോട്ട് പിടിക്കുന്നുമുണ്ട്. ഈ ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടിയാണോ, അല്ലെങ്കിൽ വോട്ടൊഴുക്ക് UDF-ൽ നിന്നുണ്ടായി എന്ന സൂചനയാണോ ആദ്യ റൗണ്ടുകൾ നൽകുന്നത്? കൃഷ്ണാജി, വഴിക്കടവ് പഞ്ചായത്തിലല്ലേ വഴിക്കടവിൽ വോട്ടെണ്ണി തീരുമ്പോൾ വലിയൊരു മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് UDF നേതൃത്വം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിലടക്കം അവർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആ ഒരു മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് വരുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1368 വോട്ടുകൾക്ക് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് UDF-ന്റെ കോട്ടയാണ് ഈ വഴിക്കടവ് എന്ന് പറയുന്നത്. വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വഴിക്കടവ്. 1 മുതൽ 46 ബൂത്തുകളുള്ള പ്രദേശത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മുൻപേ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം UDF വ്യക്തമാക്കിയിരുന്നതാണ്. ആ ഒരു 1ാം ഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള മറ്റ് പഞ്ചായത്തുകളിലെല്ലാം UDF കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേതൃത്വവും നേതാക്കളും എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആ ഒരു മുന്നേറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിനൊപ്പം തന്നെ ഈ പി വി അൻവർ പറഞ്ഞിരുന്നത് ഈ 1 മുതൽ 46 ബൂത്തുകൾ എണ്ണി തീരുമ്പോൾ തനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് ഈ വഴിക്കടവിൽ നിന്ന് ലഭിക്കും എന്ന് വ്യക്തമാക്കി, അല്ലേ എന്ന് പറഞ്ഞിരുന്ന PV അൻവറിന്റെയും നില പരിതാപകരമാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. അതായത് 2866 വോട്ടുകളുടെ മാത്രമാണ് അദ്ദേഹത്തിന് ഇതുവരെ നേടാൻ സാധിച്ചിരുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വഴിക്കടവ് പഞ്ചായത്തിലടക്കം വോട്ടെണ്ണുമ്പോഴത്തേന് NDA-യുടെ ഒരു നില 800-നും അല്ലെങ്കിൽ 500-നും 800-നും ഇടയിലുള്ള വോട്ടാണ് NDA പിടിച്ചിരുന്നത് മുൻകാലങ്ങളിലെല്ലാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1000-ലധികം വോട്ട്, 1200-ഓളം വോട്ടുകൾ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരാനിരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം ഈ 2ാം ഘട്ടത്തിൽ വരാനിരിക്കുന്ന എടക്കര, അതേപോലെ പോത്തുകല്ല്, ചുങ്കത്തറ പോലുള്ള പഞ്ചായത്തുകളൊക്കെ UDF-ന് മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ കൂടെ വോട്ടെണ്ണുമ്പോൾ നിലവിലെ സാഹചര്യത്തിലാണോ പോകുന്നത്, LDF എത്രത്തോളം വോട്ട് പിടിക്കും, അതേപോലെ തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എത്ര വോട്ട് കരസ്ഥമാക്കും, അതേപോലെ PV അൻവറിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാകുമെന്നൊക്കെ കണക്കുകൂട്ടിയായിരിക്കും ഈ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുക. അതേപോലെ തന്നെ നിലമ്പൂർ നഗരസഭയാണ് ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നത് നിലമ്പൂർ നഗരസഭ തന്നെയായിരിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുക. അതായത് അവിടെ നിന്ന് എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും, ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും അതേപോലെ തന്നെ NDA-ക്കും PV അൻവറിന്റെ സാന്നിധ്യവും എത്രത്തോളം ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്നുള്ളതിലേക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ UDF വിചാരിച്ചിരുന്ന ആ ഒരു മേൽക്കൈ, ആ ഒരു മുന്നേറ്റം, ആ ഒരു കുതിച്ചുചാട്ടം നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അത് നേതാക്കൾക്കിടയിൽ, അണികൾക്കിടയിൽ ഒരു ആശങ്കയും നെഞ്ചിടിപ്പും ഒക്കെ ഏറ്റിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി സാനു, ഞാൻ മടങ്ങി വരാം. ശിവദാസ് കർമ്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, ഈ അൻവറിനെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനാവുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ജയിക്കുമോ എന്നതല്ല, പക്ഷേ UDF-ന് വലിയ തോതിൽ ആഘാതമുണ്ടാക്കാൻ ആദ്യ മിനിറ്റുകളിൽ തന്നെ അൻവറിന് കഴിയുന്നു എന്നത്, അതായത് സതീശനിസത്തെ ചോദ്യം ചെയ്ത അൻവറിന് ഇപ്പോഴും സതീശനു നേരെ വിരൽ ചൂണ്ടി നിൽക്കാനാകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ ആദ്യ റൗണ്ടുകളിലെ അൻവറിന്റെ വോട്ടുകൾ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2ാം റൗണ്ട് ഏകദേശം എണ്ണിക്കഴിയാറായിട്ടുണ്ട്. ഈ 2ാം റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ അൻവർ മോശമല്ലാത്ത രീതിയിൽ തന്നെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. 4000-ൽ കൂടുതൽ വോട്ടുകൾ ഈ 2 റൗണ്ടുകളിൽ കൂടി അൻവർ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് PV അൻവറിന് കൂടി സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. PV അൻവറിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ PV അൻവർ വോട്ട് പിടിക്കുന്നത് ഈ പഞ്ചായത്തുകളിൽ
ആകും എന്നുള്ള ഒരു നിഗമനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകൾ. 4000-ൽ കൂടുതൽ വോട്ടുകൾ അൻവർ ഈ 2 റൗണ്ടുകളിൽ നിന്നും മാത്രമായി പിടിച്ചെടുത്തിട്ടുണ്ട്. 7000-ൽ കൂടുതൽ വോട്ടുകളാണ് നിലവിൽ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചിരിക്കുന്നത്. 6000-ഓളം വോട്ടുകൾ, 1400-ൽ കൂടുതൽ വോട്ടുകൾ എം സ്വരാജ് പിടിച്ചിട്ടുണ്ട്. അതായത് 1000-ൽ കൂടുതൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1200-ഓളം വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയും ഈ 2 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1346 വോട്ടുകൾ മാത്രമാണ് NDA സ്ഥാനാർത്ഥിക്ക് ഈ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും ആകെ ലഭിച്ച വോട്ടുകൾ. പക്ഷേ ഇപ്പോൾ 2 റൗണ്ടുകൾ മാത്രം പൂർത്തിയാകുമ്പോൾ 1100-ൽ കൂടുതൽ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ സ്വാഭാവികമായും കൃത്യമായ ഒരു അടിത്തറ NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ PV അൻവറിൻ്റെ ഒരു സ്വാധീനം എന്നും ഉള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൃത്യമായി ഫലം പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ PV അൻവറിൻ്റെ ഒരു ഫാക്ടർ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് തുടർ റൗണ്ടുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. കാരണം ആദ്യ റൗണ്ടുകളിൽ കൃത്യമായി തന്നെ ഒരു അൻവർ ഘടകം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആദ്യ റൗണ്ടുകളിലെ ഫലം വരുന്നത്. കാരണം UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത്. വഴിക്കടവിൽ കഴിഞ്ഞ കാലങ്ങളായി UDFൻ്റെ അടിത്തറ ശക്തമായൊരു പഞ്ചായത്ത്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഇപ്പോൾ UDF അവർ പ്രതീക്ഷിച്ച അത്രത്തോളം ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടില്ല. 1000-ന് തൊട്ടടുത്തുള്ള ഒരു ഭൂരിപക്ഷം മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് അത്ര വലിയ ആത്മവിശ്വാസത്തിലല്ല. കാരണം ഈ വഴിക്കടവ് പഞ്ചായത്ത്, തൊട്ടടുത്ത് വരുന്ന മൂത്തേടം പഞ്ചായത്ത്, അതിനുശേഷം വരുന്ന എടക്കര പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം തന്നെ വലിയ ഒരു ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു വിജയം ഇവിടെ ഉണ്ടാകൂ. കാരണം അതിനുശേഷം വരുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പോത്തുകൽ പഞ്ചായത്തും ചുങ്കത്തറ പഞ്ചായത്തും കരുളായി പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത് എന്നിവയാണ്. ഇവിടെയെല്ലാം തന്നെ LDFന് അടിത്തറയുള്ള ഒരു പഞ്ചായത്തുകളാണ്. ഇനി തുടർ മണിക്കൂറുകളിൽ അവിടേക്ക് വോട്ടെണ്ണൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ അത് സ്വാഭാവികമായും LDFന് അനുകൂലമായി വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടുകളിൽ UDFന് വലിയൊരു മേൽക്കൈ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ നമുക്കറിയാം ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ UDFന് വലിയൊരു മേൽക്കൈ ഉണ്ടായിട്ടില്ല. 1401 വോട്ടുകൾ മാത്രമാണ് നിലവിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു റൗണ്ടിൽ നിന്ന് മാത്രം 1000-നടുത്ത് അല്ലെങ്കിൽ 800-നും 1000-നും അടുത്തുള്ള ഭൂരിപക്ഷം ഒരു റൗണ്ടുകളിൽ നിന്ന് മാത്രം എണ്ണിക്കഴിയുമ്പോൾ ലഭിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു UDF ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്രത്തോളം അവർക്ക് ലഭിച്ചിട്ടില്ല. 2 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 1400 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ഇപ്പോൾ നിലവിൽ 1453 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ആദ്യ 2 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ സ്വരാജ് പിന്നിലുണ്ട്. മൂന്നാമത് PV അൻവർ. അൻവറിന്റെ സ്വാധീനം ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ വോട്ട് കണക്ക്. ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും അൻവറിന് ആര്യാടന് ഭീഷണി ഉയർത്താൻ കഴിയുന്നുണ്ട്. അതായത് അത് വോട്ടിന്റെ എണ്ണത്തിലല്ല, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റണമെന്ന് അൻവർ പറഞ്ഞുവോ അതിനുത്തരമായി ഈ വോട്ടുകൾ മാറുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമാകുന്നത്. വീണ്ടും സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ആദ്യ റൗണ്ടുകളിൽ UDFന് മുന്നേറാനാകുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച പോലെ മുന്നേറാനാകുന്നില്ല. അതായത് ഇപ്പോൾ ലീഡിലും UDF മുന്നിലാണ്, ആശങ്കയിലും അവർ തന്നെ മുന്നിലാണ്, അല്ലേ? വരുമ്പോഴത്തേനും വളരെ കൗതുകമുണർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. അതായത് നിലവിൽ വലിയ ഭൂരിപക്ഷം, വലിയ മുന്നേറ്റം UDF ഇവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ വലിയ മുന്നേറ്റം നിലമ്പൂരിൽ ഉണ്ടാക്കും, വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നൊക്കെ വീൺവിളക്കിയെങ്കിലും അതിനത്രയും ഒത്തു വളർന്നിട്ടില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിലമ്പൂരിൽ നിന്നും ആദ്യ മണിക്കൂറുകളിൽ വരുന്ന ഫല സൂചനകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്.
അതായത് നിലമ്പൂരിൽ UDF-ന് കാലിടറുമ്പോഴത്തേനും കാലുറപ്പിക്കുന്നത് PV അൻവറാണ്. PV അൻവർ വോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ വഴിക്കടവിൽ NDAയും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് UDF സ്ഥാനാർത്ഥിക്ക് 11,010 വോട്ടാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തൊട്ട് പിന്നിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് 9,657 വോട്ടുകളുമായി തൊട്ട് പിന്നിലുണ്ട്. മൂന്നാം സ്ഥാനത്ത് PV അൻവർ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ്. 4,119 വോട്ടുമായിട്ട് PV അൻവർ മൂന്നാമത് നിൽക്കുമ്പോൾ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് നാലാമതെങ്കിലും നില മെച്ചപ്പെടുത്തിക്കൊണ്ട് 1,464 വോട്ടുമായിട്ട് NDAയും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം ഈ നിലമ്പൂരിൽ നടത്തുകയാണ്. മുൻകാലങ്ങളിലൊന്നും NDA ആദ്യഘട്ടത്തിൽ ഇത്രയും അധികം വോട്ട് ഈ വഴിക്കടവിൽ നിന്നടക്കം സമാഹരിച്ചിട്ടില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് വികസിത നിലമ്പൂർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ NDAയും നിലമ്പൂരിൽ സാന്നിധ്യമാകുന്നു, വഴിക്കടവിൽ സാന്നിധ്യമാകുന്നു. ഇനിയും എണ്ണാനുള്ള പ്രദേശങ്ങൾ മറ്റ് പഞ്ചായത്തുകളിലേക്കൊക്കെ വോട്ടെണ്ണി തുടങ്ങുമ്പോഴത്തേന് ഏത് നിലയിലാണ് പുരോഗമിക്കുക കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ പ്രദേശങ്ങളിൽ എത്രത്തോളം PV അൻവറിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം എത്രത്തോളം വോട്ട് പേടും, അതേപോലെ തന്നെ NDA സ്ഥാനാർത്ഥി എത്രത്തോളം സാന്നിധ്യമാകും എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഒരു അന്തിമ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് അനുമാനിക്കാൻ സാധിക്കുള്ളൂ. ഇത് ആദ്യ മണിക്കൂറിലെ ഫല സൂചനകൾ മാത്രമാണ്. നിലവിൽ ഇനി എടക്കര പഞ്ചായത്ത് എണ്ണാനുണ്ട്, പോത്തുകല്ല എണ്ണാനുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ട് UDF-ന് മേൽക്കോയ്മയുള്ള പ്രദേശമാണ്, മേൽക്കൈയുള്ള പ്രദേശമാണ്. എന്തായാലും വഴിക്കടവ് അവരുടെ കോട്ടയായിരുന്നു. ആ കോട്ട ഇളകിയിട്ടുണ്ട്, ആ കോട്ടയിൽ കാലിടറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറിൽ വരുന്ന ഫല സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്.